തിരുവനന്തപുരം മാർവാനീസ് കോളേജിൽ നിന്ന് ശാലിനി തയ്യാറാണ്. എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം VIP പോരാട്ടം ഏറ്റവും അധികം നടന്ന ഒരിടമാണ് തലസ്ഥാനം തിരുവനന്തപുരം. അവിടെ രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം, അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ലഭിച്ച രണ്ട് മണ്ഡലങ്ങൾ എന്നതിലുപരി ഇത്തവണ BJPക്ക് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാനാകുമെങ്കിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ കൂടിയാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും. അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധ അത് ദേശീയ തലത്തിൽ നിന്ന് കൂടി എത്തുന്ന രണ്ട് മണ്ഡലങ്ങൾ. ഇനി MP മാരുണ്ട്, അതോടൊപ്പം തന്നെ MLA ഉണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്. ഇവരുടെയൊക്കെ ശക്തമായ അതിശക്തമായ പോരാട്ടം കണ്ട രണ്ട് മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണെങ്കിൽ ഈ കഴിഞ്ഞ രണ്ട് ടേമിലും നേടിയ വിജയം അതേപടി നിലനിർത്താനുള്ള ഒരു ആവേശവുമായാണ് ശശി തരൂർ എത്തിയതെങ്കിൽ ശക്തനായ എതിരാളിയായി രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കി BJPയും അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ലോക്സഭാ മണ്ഡലം. ഇനി LDFിൻ്റെ ഭാഗത്തു നിന്ന് പന്ന്യൻ രവീന്ദ്രൻ മോശമല്ലാത്ത രീതിയിലുള്ള പ്രചാരണങ്ങൾ കാഴ്ചവെച്ച മണ്ഡലം. എന്തായാലും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയമാണ്. അവിടെ UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രചാരണ ഘട്ടത്തിൽ തുടക്കത്തിൽ കുറച്ച് പുറകിലേക്ക് നിന്നു എന്നുള്ളൊരു ആക്ഷേപം ശക്തമായിരുന്നു. മാത്രമല്ല ശശി തരൂരിന് മുന്നണിക്കുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർ ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെടുകയും പ്രചാരണ രംഗം കൊഴുപ്പിക്കാനാകാത്ത വിധത്തിൽ പലയിടങ്ങളിലും അടിപതറുകയും ചെയ്യുന്ന സിറ്റിംഗ് MP കൂടി നമ്മൾ കണ്ടു. എന്തായാലും തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും വിവരങ്ങൾ അറിയാം. മാർവാനീസ് കോളേജിൽ നിന്ന് ചേരുന്നത് ശാലിനിയാണ്. ശാലിനി, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് എന്തായാലും ഇനി 18ാം ലോക്സഭയിലേക്ക് തിരുവനന്തപുരവും ആറ്റിങ്ങലും ആരെ അയക്കും എന്നുള്ള ചോദ്യം, അത് ദേശീയ ശ്രദ്ധ നേടിയ രണ്ട് മണ്ഡലങ്ങൾ. അനു, വെരി ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് മാർവാനീസ് കോളേജിന് സമീപത്തും അതിന്റെ കോമ്പൗണ്ടിലുമാണ്. ഇവിടെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. ഒരുപക്ഷെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ദേശീയ രാഷ്ട്രീയം ചർച്ച ദേശീയ മാധ്യമങ്ങളടക്കം എത്തി നേരിട്ട് റിപ്പോർട്ട് ചെയ്ത കേന്ദ്രങ്ങൾ കൂടിയാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ, MP മാർ, MLA മാർ മത്സരിച്ച മണ്ഡലം എന്നുള്ള ഖ്യാതി കൂടി രണ്ട് മണ്ഡലങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാർച്ച് 4-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടി രാജീവ് ചന്ദ്രശേഖർ NDAയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്തേക്ക് എത്തിയ മുതൽ ഒരുപക്ഷെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത, കഴിഞ്ഞ 3 ടേമുകളിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ശശി തരൂർ വീർക്കുന്ന കാഴ്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. മുൻപുണ്ടായിരുന്ന ഭൂരിപക്ഷങ്ങൾ കുറയുന്നു. 3 ടേമുകളിലും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞ സാഹചര്യങ്ങൾ. 2010 ശേഷമുള്ള BJPയുടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റവും വളർച്ചയും വോട്ട് ഷെയർ കൂടിയതടക്കം വലിയ രീതിയിലുള്ള ആശങ്ക UDF ക്യാമ്പുകൾക്ക് ഉണ്ടാക്കുന്നുമുണ്ട്. ഇപ്പോൾ മാർവാനീസ് കോളേജിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രം, അതായത് 14 സബ്സ്റ്റേഷനുകളുള്ള 7 വീതം നിയമസഭാ മണ്ഡലങ്ങളുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങൾ, അവിടുത്തെ വോട്ടെണ്ണൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വമ്പന്മാരെ വീഴ്ചും വാഴ്ത്തിയും ഖ്യാതിയുള്ള ഒരു ചരിത്രം അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനുണ്ട്. പല ഘട്ടങ്ങളിലും വലിയ വമ്പന്മാരെ തറപറ്റിക്കുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തെ വോട്ടർമാർ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലൊരു വീഴ്ച തലസ്ഥാന നഗരിയിൽ ശശി തരൂർ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നപ്പോൾ അത് വലിയ രീതിയിലുള്ള ആവേശം അണികൾക്കിടയിൽ, NDA ക്യാമ്പുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മുതൽ 3 വരെ സീറ്റുകൾ BJP പ്രത്യേകിച്ച് NDA നേടുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ 4 സർവേ, സി വോട്ടർ സർവേ ഉൾപ്പെടെയുള്ള 4 സർവേകളാണ് അത്തരത്തിലൊരു പ്രവചനം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ആ ഒരു ആത്മവിശ്വാസം NDA ക്യാമ്പുകൾക്കുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഇവരെല്ലാം ഉള്ളത്. ഇന്നലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തെത്തിയിരുന്നു. അദ്ദേഹം അവസാന മണിക്കൂറിലും ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട്. തീരദേശ ജനത തനിക്കൊപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിലും ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ രാവിലെ 5 മണി സമയത്തും തലസ്ഥാനം ഉണരുന്നത് എന്നുള്ളതാണ്. പലരും നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് അതിൽ ഏറ്റവും ശ്രദ്ധ ഉള്ളത് തിരുവനന്തപുരവും ആറ്റിങ്ങലും 2 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP NDA അക്കൗണ്ട് തുറക്കുമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. സ്വാഭാവികമായും പ്രവർത്തകർക്ക് അത്രയധികം ആവേശമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ 2 പൊതുതെരഞ്ഞെടുപ്പുകളിലടക്കം BJP ഉണ്ടാക്കിയ മുന്നേറ്റം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും വലിയ മുന്നേറ്റം, ഏകദേശം 20%-ലധികം വോട്ട് ഷെയർ കൂട്ടാൻ NDAയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും എന്നുള്ളതാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഏകദേശം
അവിടെ ഒരു ആത്മവിശ്വാസം എല്ലാവർക്കും വർദ്ധിക്കുന്നു. NDA അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ പ്രതീക്ഷ NDA ക്യാമ്പുകൾക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കേന്ദ്രമന്ത്രി മത്സരിച്ച ഒരു മണ്ഡലം, ഒപ്പം തന്നെ സിറ്റിംഗ് MP അടൂർ പ്രകാശ് മത്സരിച്ച മണ്ഡലം, ഒപ്പം തന്നെയാണ് ഒരു MLA കൂടി മത്സരത്തിനിറങ്ങിയ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ഒരു താരമണ്ഡലമായി തന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം തുടക്കം മുതൽ അറിയപ്പെടുകയും ചെയ്തത്. പക്ഷേ അവിടുത്തെ ഒരു നാഥനായി, അവിടുത്തെ ഒരു അംഗമായി തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ച NDAയുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി B മുരളീധരന്റെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഉക്രൈനിലടക്കം കുടുങ്ങിപ്പോയ നഴ്സുമാരെ നാട്ടിലേക്ക് എത്തിക്കാനും അങ്ങനെ വലിയ രീതിയിൽ സമൂഹത്തിൽ നടക്കുന്ന സാധാരണ വിഷയങ്ങളിലടക്കം ഇടപെട്ടുകൊണ്ട് സ്ഥിര സാന്നിധ്യമായി മാറിയ ഒരു നേതാവ്. അദ്ദേഹത്തിന് എക്സിറ്റ് പോൾ വിജയം കൂടി പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവചിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ NDA ക്യാമ്പുകൾക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 68% അവിടുത്തെ വോട്ട് ഷെയർ എങ്കിൽ അല്ലെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് എങ്കിൽ ഇത്തവണ അത് 69.40 മുകളിലേക്ക് പോകുന്നൊരു സാഹചര്യം. അത്തരത്തിലധികം വലിയ രീതിയിലൊരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻപ് സുധീഷ് ഗോപാലും ഒപ്പം തന്നെ ജിജീഷും ഒക്കെ പറഞ്ഞതുപോലെ വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ അത് UDF ക്യാമ്പുകൾക്ക് പ്രതീക്ഷ, വോട്ടിംഗ് ശതമാനം അത് വലിയ രീതിയിൽ ആശങ്ക LDF ക്യാമ്പുകൾക്ക് ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷേ ഇത്തവണ എങ്ങനെയായിരിക്കും ജനവിധി എന്നുള്ളത് വലിയ രീതിയിലൊരു ചോദ്യചിഹ്നമായി പോയി നിൽക്കുകയാണ്. എന്നാലും അല്പസമയത്തിനകം ഏകദേശം 5 കൂടി തന്നെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകൾ തുറക്കപ്പെടും. അതിനുശേഷം ഒബ്സർവർമാർ, റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, മറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ വോട്ടിംഗ് കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോകുന്നത്. അതിനുശേഷം വിവിധ ടേബിളുകളിലേക്ക് എത്തും. ആദ്യം വോട്ടെണ്ണൽ ഏകദേശം 8 മണിയോടുകൂടിയാണ്, കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുകയും ചെയ്തത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ വോട്ടിംഗ് ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ ഈ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവരുടെ സീറ്റുകളിലേക്കും ഇരിപ്പിടത്തിലേക്കും ഒക്കെ തന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോകുന്നത്. PRD അടക്കമുള്ളവരാണ് സ്ട്രോങ് റൂമിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി സഹായിക്കുക. പ്രത്യേകിച്ച് അതീവ സുരക്ഷാ വലയത്തിലാണ് തിരുവനന്തപുരം നഗരത്തിൽ, പ്രത്യേകിച്ച് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മാറിവാനീസിൽ ഈ സ്ട്രോങ് റൂമുകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ കൗണ്ടിങ്ങിന്റെ ഭാഗമായി ഇവിടെ വിന്യസിച്ചിട്ടുമുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിശാലമായ സൗകര്യങ്ങൾ, ഒപ്പം തന്നെ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സ്ട്രോങ് റൂമുകൾ ഉള്ളത് എന്നുള്ളത്. നമ്മൾ ഇന്നലെയൊക്കെ സ്ട്രോങ് റൂമിന്റെയൊക്കെ സമീപത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് കൈമാറപ്പെടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ എന്തായാലും അല്പസമയത്തിനകം ജില്ലാ കളക്ടറാണ് വരണാധികാരി, ജില്ലാ കളക്ടർ ജെറോം ജോർജ് ഇവിടെ എത്തും. അതിനുശേഷം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, മറ്റ് ങ്ങൾക്കും 2 ഒബ്സർവർമാരാണ്. അങ്ങനെ ഒബ്സർവർമാരെത്തും. അതിനുശേഷമാണ് ഈ ഒരു സ്ട്രോങ് റൂമുകൾ തുറക്കപ്പെടാൻ പോകുന്നത്. തുറന്ന പെട്ടികൾ എത്തുന്നതോടുകൂടി ചങ്കിടിപ്പ് കൂടുമെന്നുള്ളതിൽ സംശയമില്ല. വലിയ രീതിയിലുള്ള പ്രതീക്ഷ NDA ക്യാമ്പുകൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് UDFിൽ നിന്നുണ്ടായ UDFിന് ഏറ്റ തിരിച്ചടികൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അടക്കമുള്ളത്. പ്രചാരണ സമയത്തടക്കം മുന്നണി തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ട് പടലപ്പിണക്കങ്ങൾ. അത് മറനീക്കി പുറത്തു വരുന്ന കാഴ്ചകൾ നമ്മൾ പല മേഖലകളിലും കണ്ടതാണ്. ശശി തരൂരിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം തന്നെ തരൂരിന് നേരെ ഷോളറിയുകയും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന സാധാരണ പ്രവർത്തകർ. കാരണം കഴിഞ്ഞ 3 ടേമുകളിലും അദ്ദേഹം ജയിച്ചിട്ടും തിരുവനന്തപുരത്തെ കാര്യമായി പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു വിമർശനമാണ് തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു വിമർശനം ഒക്കെ വോട്ടായി എങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയുകയും ചെയ്യേണ്ടത്. അങ്ങനെ കോൺഗ്രസ്, CPI, അതോടൊപ്പം തന്നെ BJP എന്നിവരുടെ ത്രികോണ പോര് തലസ്ഥാനത്ത് നിന്ന്